ദാമോദർജി അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ദൈവവിശ്വാസിയാണ്, പക്ഷെ മതവിശ്വാസിയല്ല എന്ന രീതിയിൽ ഈ ദൈവം സഹായിച്ചിട്ടുണ്ടോ യാത്രയിൽ എപ്പോഴെങ്കിലും? എന്തേ എന്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു. ആര്? സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ. നിങ്ങളുടെ മനസ്സിൽ ദൈവം എന്ന് പറയുമ്പോൾ വരുന്നൊരു ഇമേജ് ആയിരിക്കില്ല എൻ്റെ മനസ്സിൽ വരുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനേഷൻസ് വ്യത്യാസം. താൻ ആള് സ്മാർട്ട് ആണല്ലോ. താങ്കൾ ഒരു ദൈവത്തെ വരച്ചാൽ എന്ത് രൂപം കൊടുക്കും അതിന്? ഞാൻ വരയ്ക്കില്ല. നീയും എന്നെ പോലൊരു മിടുക്കനാ. വരയ്ക്കാൻ ശ്രമിക്കില്ല. പേടിയാണ്? പേടിയായിട്ടില്ല, വരയ്ക്കാൻ കഴിയില്ല, അതാണ് കാര്യം. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അമ്മായി ഫിഷ് ഫ്രൈ. ദൈവം താങ്കളെ സഹായിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ. ഇപ്പൊ ഈ കൂടിയിരിക്കുന്ന ആളുകളും അവരുടെ ഒരു പോസിറ്റീവ് എനർജി പോലും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എത്ര ആളുകളെ പോസിറ്റീവായിട്ട് ഇൻസ്പയർ ചെയ്യുന്നോ അതിനാനുപാതികമായിട്ട് അവരിൽ നിന്നൊരു റിഫ്ലക്ഷൻ എന്നിലേക്ക് വരുന്നുണ്ടെന്നും അതെന്നെ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന്, അതവനറിയില്ല. താങ്കൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന പോസിറ്റീവായ കാര്യം എന്താണ്? നിങ്ങൾ എന്റെ കൂടെ ഈ പരിപാടി കഴിഞ്ഞൊന്ന് ഇറങ്ങി വന്നാ കാണിച്ചു തരുവരെ. ക്ലിയർ ആയില്ല. തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന്. ഇവർക്കിടയിലൂടെ നമ്മൾ ഒന്നിച്ച് നടന്നാൽ ഈ ഇരിക്കുന്ന ജനക്കൂട്ടം കാണിച്ചു തരും എന്താണ് ആ പോസിറ്റീവ് കാര്യം എന്ന്. അതാണ് കാര്യം. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? എന്നാൽ വിശാലമായ ഒരു ഫിലോസഫിക്കൽ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ കാണുന്ന ഒരാൾക്ക് തർക്കിക്കാൻ പോകേണ്ട കാര്യമില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എടാ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ കൊള്ളൂ, ഒരു കാലത്തും നടക്കത്തില്ല. ഈ യാത്രയൊക്കെ മതിയാക്കൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്വയം തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്റെ പൊന്ന് ദൈവമേ, ഒരു ഗതിയില്ലെങ്കിൽ മാത്രമേ ഈ പണിക്ക് പോകാവൂ. അതെനിക്ക് എത്ര പ്രായമായാലും, പ്രായമാകുന്ന പറയാൻ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് പ്രായമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെക്കാൾ ചെറുപ്പക്കാരനാണ്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പല കാരണങ്ങളുണ്ടല്ലോ ഒരാൾ ചെറുപ്പമാകാൻ. ആ കാരണങ്ങൾ വെച്ച് നോക്കിയാൽ ഞാൻ താങ്കളെക്കാൾ വളരെ ചെറുപ്പമാണ്. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ഇവിടെ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത്